ഈസ്റ്റർ മുയലുകളും മുട്ടകളുമൊക്കെ പുരാതന പേഗൻ ലൈംഗികതയുടെ ദേവതകളായിരുന്ന ഇയോസ്ട്രയുടെയും ഇഷ്താറിന്റെയും ഒക്കെ വിശുദ്ധ പ്രതീകങ്ങളായിരുന്നു. അതുകൊണ്ട് ഈസ്റ്റർ ഒരു പേഗൻ ലൈംഗിക ആരാധനയുടെ ഉത്സവമാണ്. ഇതാണ് ഇന്ന് ഉയർന്നു വരുന്ന പ്രധാന ആരോപണം. ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഈസ്റ്റർ മുട്ടയുടെയും ഈസ്റ്റർ ബണ്ണിയുടെയും ഒക്കെ യഥാർത്ഥ അർത്ഥം, എന്താണ് ഇതിൻ്റെയൊക്കെ ചരിത്രം, എങ്ങനെയാണ് ഈ പാരമ്പര്യങ്ങൾ തുടങ്ങിയത്, ഇതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു. ഈസ്റ്റർ ഒരു പേഗൻ ആഘോഷമാണോ എന്ന വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. സത്യത്തിൽ ഇത്തരം ആരോപണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് മറുപടി നൽകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ശൂന്യതയിൽ നിന്നും പൊട്ടിമുളച്ച ആരോപണങ്ങൾ എന്നതിൽ കവിഞ്ഞ് ഇതൊന്നുമില്ല. ചരിത്രപരമായി യാതൊരു അടിസ്ഥാനവും ഇത്തരം വാദങ്ങൾക്കില്ല. ഏതായാലും ഇത്തരം വാദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില വസ്തുതാപരമായ തെറ്റുകൾ, ഫാക്ച്വൽ എറേഴ്സ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഈസ്റ്റർ മുയലുകളും മുട്ടകളുമൊക്കെ ഇയോസ്ട്രയുടെയോ ഇല്ലെങ്കിൽ ഇസ്താറിൻ്റെയോ ഒക്കെ വിശുദ്ധ സിമ്പിൾസ് ആയിരുന്നു എന്നൊക്കെയുള്ള ചില തെറ്റായ ബോധ്യങ്ങളിൽ നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ പോലും ഉയരുന്നത്. ഈ ഒരു അവകാശവാദത്തിന് പ്രധാനമായും 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഈ ഇയോസ്ട്രയും ഇഷ്താറും ഒരു ദേവതയാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അത്തരം ഒരു അവകാശവാദം തന്നെ അസംബന്ധമാണ്. രണ്ടാമതായി, ഈ ദേവതമാരിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും മുട്ടയുമായോ മുയലുമായോ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ചരിത്രത്തിൽ യാതൊരു തെളിവുമില്ല. സത്യത്തിൽ ഈ 2 ദേവതമാരുടേത് മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഇന്നോളം ഏതെങ്കിലും ഒരു ദേവതയുടെ വിശുദ്ധ ചിഹ്നമായിട്ട് മുയലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഏതെങ്കിലും പുരാതന പേഗൻ ദേവീ ദേവന്മാരുടെ ചിത്രത്തിനൊപ്പം വിശുദ്ധ ചിഹ്നമായിട്ട് മുയലുണ്ടെങ്കിൽ തെളിവ് സഹിതം കമന്റ് ബോക്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ആർക്ക് വേണമെങ്കിലും, പന്തക്കോസ്തക്കാരാണെന്ന് നിർബന്ധമില്ല, മുസ്ലിങ്ങളായാലും ശരി നിരീശ്വരവാദികളായാലും ശരി, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് കടന്നു വരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ വെനറബിൾ ബീഡിൻ്റെ 7ാം നൂറ്റാണ്ടുകളിലെ എഴുത്തിൽ നിന്നുമാണ് ഇയോസ്ട്ര എന്ന ഈ പേര് നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം ജേക്കബ് ഗ്രിം ഇംഗ്ലീഷുകാർക്ക് ഇയോസ്ട്ര എന്നൊരു ദേവതയുണ്ടെങ്കിൽ ജർമാനിക് വംശജർക്ക് അവരുടേതായ ഒരു പതിപ്പ് ഉണ്ടായിരിക്കണം, അതിൻ്റെ പേര് ഒസ്റ്റാര എന്നായിരിക്കും എന്ന ഒരു സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വെച്ചു. നോക്കണേ, ഉഡായിപ്പ് നോക്കണേ. ഇത് ദേവതയുടെ പേരിൽ നിന്ന് ഈസ്റ്ററിൻ്റെ പേരുണ്ടാക്കിയതല്ല, ഈസ്റ്ററിൻ്റെ പേരിൽ നിന്ന് ദേവതയുടെ പേരുണ്ടാക്കുന്നതാണ്. അതായത് ജർമ്മൻ ഭാഷയിൽ ഓസ്റ്റർ, ഈസ്റ്ററിനെ ഓസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ആ പേര് വെച്ചിട്ട് ഒസ്റ്റാര എന്ന പേര് മാനുഫാക്ചർ ചെയ്തതാണ്. ചുരുക്കത്തിൽ ഈ പേരിനപ്പുറത്തേക്ക് ഈ ദേവതകളെക്കുറിച്ച് ചരിത്രപരമായോ ആർക്കിയോളജിക്കലായോ യാതൊരു തെളിവുമില്ല. ഈ ദേവതയെ ആരാണ് ആരാധിച്ചത്, ഏത് കാലഘട്ടത്തിലാണ്, എന്തൊക്കെയായിരുന്നു അവരുടെ ആചാരങ്ങൾ, ഈ ദേവതയുടെയൊക്കെ രൂപം എങ്ങനെയാണ് എന്നൊക്കെ നമുക്കോ ചരിത്രപരമാക്കോ യാതൊരു അറിവുമില്ല. പിന്നെ ഈ ചിത്രം ഇല്ലാത്ത ദേവതയുടെ സങ്കല്പത്തിൽ വിരിഞ്ഞ ചിത്രം മാത്രമാണ്. ഓസ്റ്റർ എന്ന പേരിൽ നിന്നും ഒസ്റ്റാര എന്ന പേരിൽ ഒരു ദേവതയുടെ പേരുണ്ടാക്കുന്നു, എന്നിട്ട് ആ പേരിന് ഇല്ലാത്തൊരു ചിത്രവും ഉണ്ടാക്കുന്നു. അങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ദേവതയുടെ ചിഹ്നമായിരുന്നു മുട്ടയും മുയലുമൊക്കെ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് പന്തക്കോസ്ത വിഭാഗക്കാരുടെ വെറും ഭാവന ലീലാവിലാസങ്ങൾ മാത്രം. എന്നാൽ ഇപ്പുറത്ത് ഇഷ്താർ ദേവതയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചരിത്രത്തിൽ വളരെയേറെ തെളിവുകളും ഐക്കണോഗ്രാഫിയും എല്ലാം ലഭ്യമാണ്. ഇഷ്താറിൻ്റെതായി പുരാവസ്തു ഗവേഷണത്തോടെ കണ്ടെത്തിയ നിരവധി രൂപങ്ങളും ചിത്രങ്ങളുമുണ്ട്. എന്നാൽ അവിടെയാണ് പോയിന്റ്. ഈ പറയുന്ന അനേകം ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പോലും നിങ്ങൾ ഈ പറയുന്ന മുയലോ മുട്ടയോ വിശുദ്ധ സിമ്പിളായിട്ട് കാണാൻ സാധിക്കില്ല. ഈ ചിത്രങ്ങളിൽ ഒന്നിൽ പോലും മുയലിനെയോ മുട്ടയോ ചിത്രീകരിച്ചിട്ടില്ല. എന്നിട്ടും ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നവരോടാണ് ആ തെളിവുകൾ ഹാജരാക്കാൻ കമന്റ് ബോക്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. തെളിവുകൾ ഹാജരാക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി ചില മുസ്ലിം സുഹൃത്തുക്കളോടാണ്. ഈസ്റ്റർ മുട്ടയും മുയലുമൊക്കെ ഇഷ്താർ ദേവതയുടെ വിശുദ്ധ ചിഹ്നങ്ങളായിരുന്നു, അതുകൊണ്ട് ഈസ്റ്റർ ഒരു പേഗൻ ഉത്സവമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന മുസ്ലിങ്ങളോടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മുട്ടയോ മുയലോ ഒരിക്കലും ഇഷ്താർ ദേവതയുടെ വിശുദ്ധ സിമ്പിൾസ് ആയിരുന്നില്ല. എന്നാൽ നേരെ തിരിച്ച് ഇഷ്താറിൻ്റെ വിശുദ്ധ ചിഹ്നങ്ങളിൽ ഒന്ന് എന്താണെന്ന് ഞാൻ പറയാം. അത് ചന്ദ്രക്കലയാണ്, ക്രസന്റ് മൂൺ. ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി കാണും അല്ലേ? പേഗൻ ലൈംഗിക ദേവതയായിരുന്ന ഇഷ്താറിൻ്റെ വിശുദ്ധ ചിഹ്നമായി ക്രസന്റ് മൂൺ ഇന്നും മതചിഹ്നമായി കൊണ്ടു നടക്കുന്നത് ആരാ? ഇനിയിപ്പോൾ ഈസ്റ്ററും ഇഷ്താറും തമ്മിലുള്ള പേരിലെ സാമ്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ഇഷ്താർ എന്ന പേരുമായി കൂടുതൽ സാമ്യമുള്ളത് നിങ്ങളുടെ ഇഫ്താർ വിരുന്നിനാണ്. അപ്പോൾ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ലൈംഗിക ദേവതയായിട്ടുള്ള ഇഷ്താറിൻ്റെ ബഹുമാനാർത്ഥമുള്ള വിരുന്നുകളാണ് നിങ്ങൾ ഇഫ്താർ വിരുന്നായിട്ട് കൊണ്ടാടുന്നത്. നടക്കട്ടെ.
ഇനി നമുക്ക് ഈ ഈസ്റ്റർ മുട്ടയുടെയും ബണ്ണിയുടെയും ഒക്കെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഈസ്റ്ററിന് മുൻപ് ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുന്ന ഒരു പതിവ് അത് ഇന്നും നിലവിലുള്ളതാണ്. നോമ്പ് കാലത്ത് മാംസം ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ പഴയ കാലത്ത് നോമ്പിന്റെ ഭാഗമായിട്ട് മാംസാദികളും മുട്ടയും പാലുൽപ്പന്നങ്ങളും, അതായത് ആനിമൽ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ക്രൈസ്തവർ ഒഴിവാക്കിയിരുന്നു. ഇത് പഴയകാല യൂറോപ്പിൽ വളരെ കണിശമായിട്ട് പാലിച്ചു പോകുന്നു. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം, നമുക്ക് നോമ്പാണെന്ന് കോഴീനോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കോഴി സാധാരണ പോലെ മുട്ടയിട്ടുകൊണ്ടേയിരിക്കും, കോഴിക്ക് നോമ്പില്ലല്ലോ. അന്നത്തെ കാലത്ത് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് പല രീതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഈ മുട്ട പുഴുങ്ങി വയ്ക്കും. ഈസ്റ്റർ ആകുമ്പോൾ ഇവരിങ്ങനെ പുഴുങ്ങിയ മുട്ട കഴിക്കും. ഒരു ഫെസ്റ്റീവ് വൈബിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പുഴുങ്ങിയ മുട്ടകൾ ഇവർ പെയിൻറ്റ് ചെയ്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റം പിന്നീട് മെല്ലെ ഡെവലപ്പ് ചെയ്തു. ഇതൊരു തറലി ക്രിസ്ത്യൻ ട്രഡീഷനാണ് കേട്ടോ. 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇത്തരം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈസ്റ്റർ മുട്ടകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിനു മുൻപ് ഒരു പേഗൻ മതത്തിലും ആരാധനയുടെ ഭാഗമായി മുട്ടകൾ കളർ ചെയ്ത് വയ്ക്കുന്ന ആചാരമോ പാരമ്പര്യമോ ചരിത്രത്തിലെവിടെയുമില്ല. തീർച്ചയായും മുട്ട എന്നത് ജീവന്റെ പ്രതീകമാണ്. അത് എല്ലാ സംസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. അതിനർത്ഥം അത് ഏതെങ്കിലും പേഗൻ ആരാധനയുടെ ഭാഗമാണെന്നല്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈസ്റ്റർ മൊയിലുകളുടെ, ഈസ്റ്റർ ബണ്ണിയുടെ കാര്യം പരിശോധിക്കും. ഈസ്റ്റർ എഗ്ഗിനെ വെച്ച് നോക്കുമ്പോൾ ഈസ്റ്റർ ബണ്ണി കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ഈസ്റ്റർ മുട്ട കൊണ്ടുവരുന്ന ഒരു മുയൽ എന്ന രൂപത്തിലാണ് ഈ നാടോടി രൂപത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പാരമ്പര്യം എങ്ങനെ ആരംഭിച്ചു എന്ന കാര്യത്തിൽ ചരിത്രത്തിൽ കൃത്യമായ വ്യക്തതയില്ല എങ്കിലും 17-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ലൂഥറൻ വിശ്വാസികൾക്കിടയിലാണ് ഈ ഒരു പാരമ്പര്യം വ്യാപകമായിരുന്നത് നമുക്ക് കാണാം. ഈസ്റ്റർ മൊയിലുകളെക്കുറിച്ചുള്ള ഏറ്റവും പഴയ ചരിത്ര രേഖകൾ ലഭ്യമായിരിക്കുന്നത് 1862 ജോർജ് ഫ്രാങ്ക് വോൺ ഫ്രാങ്കിനോ എന്ന ജർമ്മൻ ഫിസിഷ്യന്റെ എഴുത്തുകളിലാണ് ഇന്നത്തെ പശ്ചിമ ജർമ്മനിയിലും കിഴക്കൻ ഫ്രാൻസിലും നിലനിന്നിരുന്ന മൊയിലുകളുമായി ബന്ധപ്പെട്ട ചില ഈസ്റ്റർ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈസ്റ്റർ മുട്ടകൾ കൊണ്ടുവരുന്നത് മുയലുകൾ മാത്രമായിരുന്നില്ല എന്നതാണ്. ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത മൃഗങ്ങളായാണ് ഇതിനെ സങ്കല്പിച്ചിരുന്നത്. ഉദാഹരണത്തിൽ ചിലയിടങ്ങളിൽ കുറുക്കനും ഈസ്റ്റർ ഫോക്സ്, മറ്റു ചിലയിടങ്ങളിൽ സ്റ്റോർക്ക് പക്ഷിയും ഈസ്റ്റർ സ്റ്റോർക്ക് ഒക്കെയായിരുന്നു മുട്ടകൾ കൊണ്ടുവന്നിരുന്നത്. അതായത് മുയലുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ട്രഡീഷൻ ആയിരുന്നില്ല ഇത്. നമ്മൾ ഇതിനെ ഈസ്റ്റർ ബണ്ണി എന്ന് വിളിക്കുമെങ്കിലും ഇത് സാധാരണ മുയലുകളല്ല ആയിരുന്നില്ല കേട്ടോ, റാബിറ്റ്സ് അല്ല, മറിച്ച് ഹെയർ വിഭാഗത്തിൽപ്പെടുന്ന കാട്ടുമുയലുകളാണ്. 18-ാം നൂറ്റാണ്ടിൽ ജർമ്മൻകാർ അമേരിക്കയിലേക്ക് കുടിയേറുമ്പോഴാണ് ഈ ഒരു പാരമ്പര്യം അമേരിക്കയിലേക്ക് എത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, യോസ്ട്രേഡിയോ അല്ലെങ്കിൽ ഈസ്റ്റാറിൻ്റെയോ ഒന്നും സേക്രഡ് സിമ്പിളായിട്ട് ചരിത്രത്തിലെവിടെയും മുയലുകളില്ല എന്നുള്ളത്. ഇനി ഏതെങ്കിലും ഏൻഷ്യൻ്റ് ഐക്കണോഗ്രഫിയിൽ ഏതെങ്കിലും ദേവതയുടെ കൂടെ മുയലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വിശുദ്ധ മൃഗം എന്ന നിലയിലല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് പുരാതന നായാട്ട് ദേവതയായ അബ്നോബയുടെ ഒരു പ്രതിമയുണ്ട്. അതിൽ ഒരു വേട്ടപ്പട്ടിയോടൊപ്പം നിൽക്കുന്ന അബ്നോബയെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ പട്ടി വേട്ടയാടിക്കൊണ്ടുവരുന്ന മുയലിനെയും നമുക്ക് കാണാം. വളരെ വ്യക്തമാണ്, അവിടെ ആ മുയൽ ഒരു വിശുദ്ധ മൃഗമല്ല, വേട്ടയാടപ്പെട്ട ഒരു ഇര മാത്രമാണ്. അതുകൊണ്ട് ഈസ്റ്റർ മുയലുകളുടെ ഉദ്ഭവം ഏതെങ്കിലും വസന്തകാല ദേവതയിൽ നിന്നാണ് എന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ ചരിത്രപരമായ തെളിവുകളെ അല്ല പിന്തുടരുന്നത്, മറിച്ച് 19-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ നാടോടി കഥാ ഗവേഷകരുടെ വെറും ഭാവനാവിലാസങ്ങളെ മാത്രമാണ്. വിശുദ്ധ മുയലുകളുള്ള ഏതെങ്കിലും ദേവതയെക്കുറിച്ച് പുരാതന മിത്തുകളിൽ ഒരിടത്തും പറയുന്നില്ല. ക്രിസ്തു മതത്തിന് മുമ്പുള്ള ഏതെങ്കിലും വസന്തകാല ഉത്സവവുമായിട്ട് മുയലുകൾക്കോ മുട്ടകൾക്കോ ബന്ധമുള്ളതായിട്ട് യാതൊരു തെളിവുമില്ല. ഇയോസ്ട്രേ എന്ന പേരിൽ ഒരു ദേവത ഉണ്ടെങ്കിൽ തന്നെ ആ ദേവതയ്ക്കും ഈസ്റ്റർ ബണ്ണിക്കും മുട്ടയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജേക്കബ് ഗ്രിമിന്റെ ഭാഷാപരമായ ഊഹാപോഹങ്ങളിൽ നിന്നും ഈസ്റ്റർ ബണ്ണി പാരമ്പര്യത്തെ വിശദീകരിക്കാനായിട്ട് അഡോൾഫ് ഹോൾസ്മാനെ പോലെയുള്ളവർ നടത്തിയ പാഴ് ശ്രമങ്ങളിൽ നിന്നുമാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നത്. ചുരുക്കത്തിൽ ഈസ്റ്റർ മുയലും മുട്ടയും ഒക്കെ പേഗൻ ലൈംഗികാരാധനയുടെ ഭാഗമാണ് എന്ന് പറയുന്നവർ പച്ചക്കള്ളമാണ് പറയുന്നത്. ഇത് ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും നാടോടിക്കലയിൽ നിന്നും രൂപപ്പെട്ടത് മാത്രമാണ്.